ഏതാനുമകാലമായി ഞാനുലകിതിൽ ഖലനായി വാണു ഭോഗം ശമിപ്പാൻ. വീതാതങ്കം നടന്നാരസമതിലുളവാമെന്നു തോന്നും ദശായാം. പാതിഥ്യം തന്നെയെല്ലാം സുദൃഢമിതു വിധം ചിന്തയായി മാലകറ്റാൻ. മാതാവേ കാത്തു രക്ഷിക്കുക കടലിണയിൽ കീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ദേവി മഹത് ഭാഗവതം അഷ്ടമസ്കന്ധം പ്രഥമാധ്യായം ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങി. നാരായണ ഋഷി സംവാദമായിക്കൊണ്ട് ഉള്ള ഭാഗങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാര ലീലകൾക്ക് ആദിയായിരിക്കുന്നത് ആ ദേവി തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം സിദ്ധ ഋഷികളെ മുതലായവർ പൂജിക്കുന്ന ദേവിയുടെ സ്വരൂപം എന്താണെന്ന് ഞാൻ പറയാം. ആ സ്വരൂപത്തെ സ്മരിക്കുന്നവരുടെ സർവ്വപാപങ്ങളും അത് ഇല്ലാതാക്കും. അതുപോലെ ഇത് കാമപ്രദവും മോക്ഷപ്രദവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങണു. ബ്രഹ്മപുത്രനും മഹാപ്രതാപനുമായിട്ടുള്ള ആദ്യത്തെ മനുവായ സ്വയംഭൂമനുവും ശതരൂപാദേവിയും ആദ്യത്തെ മന്വന്തരാധിപൻ ആയിരുന്നുവല്ലോ. ആ മനുവും നിഷ്പാപനുമായിട്ടുള്ള ബ്രഹ്മപ്രജാപതിയെ പണ്ട് ഭക്തിപൂർവം പരിചരിക്കുകയുണ്ടായി. അന്ന് ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള മനുവോട് പറഞ്ഞു, മകനെ, നീ ദേവിയെ ഉത്തമമായ വിധത്തിൽ ആരാധിക്കണം. ദേവീ പ്രസാദത്താൽ നിന്റെ പ്രജാസൃഷ്ടിക്ക് കീർത്തിയുണ്ടാകും എന്ന് ബ്രഹ്മാവ് പറഞ്ഞത് കേട്ടപ്പോൾ പ്രജാസൃഷ്ടാവായിട്ടുള്ള സ്വയംഭൂമനു ജഗൽ കാരണഭൂതിയായിട്ടുള്ള ദേവിയെ തപസ്സുകൊണ്ട് ആരാധിച്ചു സന്തോഷിപ്പിച്ചു. ദേവേശിയും ആദ്യയും മായാമയിയുമായിട്ടുള്ള സർവശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി, ആ ദേവിയെ അദ്ദേഹം ഏകാഗ്രചിത്തനായിട്ട് സ്തുതിച്ചു എന്നാണ് പറയണത്. പിന്നീട് പറയുന്ന കുറച്ച് ശ്ലോകങ്ങൾ മനുവിൻ്റെ സ്വയംഭൂമനു ദേവിയെ സ്തുതിച്ച ശ്ലോകങ്ങളാണ്. നമോ നമസ്തേ ദേവീശി ജഗൽകാരണകാരണേ ശംഖചക്രഗദാഹസ്തേ നാരായണ ഹൃദാശ്രിതേ വേദമൂർത്തേ ജഗന്മാതാകാരണസ്ഥാനരൂപിണി വേദത്രയ പ്രമാണജ്ഞേ സർവദേവാനുദേശിവേ എന്നൊക്കെ പറഞ്ഞ് ദേവീശി ജഗൽകാരണകർത്തേ ശംഖചക്രഗദാധാരിണി നാരായണപ്രിയ വേദമൂർത്തേ ജഗജ്ജനനി സാക്ഷാൽ ബ്രഹ്മസ്വരൂപിണി സർവദേവ വന്ധ്യേ ശിവേ മഹേശ്വരി മഹാഭാഗേ മഹാമായേ എന്നെല്ലാം പറഞ്ഞ് സ്വയംഭൂമനെ സ്തുതിക്കുന്ന സ്തുതിയുടെ പ്രഖ്യാതമായിട്ടുള്ള ഒരു സ്തുതി, ഒരു ശ്ലോകം നമ്മൾ എല്ലാവർക്കും കാണാപ്പാടമായിട്ട് അറിയാൻ നമ്മളെപ്പോഴും സ്തുതിക്കുന്നുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ ശ്ലോകം അറിയാത്തവരാരുമില്ല. സാധാരണ ദേവിയെ എല്ലാവരും സ്തുതിക്കുന്ന ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൻ്റെ വിശേഷത, പണ്ട് സ്വയംഭൂമനു ദേവിയെ സ്തുതിച്ച സ്തുതിയിലെ ശ്ലോകമാണ് ഇത് എന്നുള്ളതാണ്. അങ്ങനെ ആ സ്വയംഭൂമനു ദേവിയെ സ്തുതിക്കണോ? ആരുടെ കടാക്ഷത്തിലാണോ ബ്രഹ്മാവ് ഈ സർവ ജഗത്തിനെയും സൃഷ്ടിക്കുന്നത്, ഹരി ഇതിനെ പരിപാലിക്കുന്നത്, ശിവൻ ഇതിനെ സംഹരിക്കുന്നത്, മധുകേടഭന്മാരെ ഭയപ്പെട്ട് ബ്രഹ്മാവ് ആരെ സ്തുതിച്ചിട്ടാണോ ഘോരമായ ദൈത്യന്മാരിൽ നിന്നും മുക്തനായി തീർന്നത്, ഹ്രീയും കീർത്തിയും സ്മൃതിയും കാന്തിയും ഗിരിജയും കമലയും ദാക്ഷായണിയും സതിയും വേദഗർഭിയും സിദ്ധിപ്രദായിയും അഭയപ്രദായമായിട്ടുള്ള ഹേ ദേവി, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു, നമസ്കരിക്കണു, പൂജിക്കണു, ജപിക്കണു, ധ്യാനിക്കണു. എന്നിൽ പ്രസാദിക്കണേ.
ബ്രഹ്മാവ് വേദനിധിയാണ്, വിഷ്ണു ആകട്ടെ ലക്ഷ്മിപതിയാണ്, ഇന്ദ്രനാകട്ടെ ത്രിലോകാധിപതിയാണ് പതിയാണ്, വരുണൻ ജല അധിപതിയാണ്, ജലത്തിൻ്റെ കുബേരൻ ധനാധിപനാണ്, യമൻ പിതൃപതിയാണ്, നിർവൃതി രക്ഷ നാഥനാണ്, സോമൻ സുധാംശുവാണ്. ഇവരെല്ലാം തന്നെ ഹേ ദേവി അവിടുത്തെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാനങ്ങളിലെല്ലാം വിരഹിക്കുന്നതും വിരാജിക്കുന്നതും അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതും. അങ്ങനെയായിട്ടുള്ള ത്രിലോകവന്തിയായിട്ടുള്ള ലോകേശിയായിട്ടുള്ള മഹാമംഗള രൂപിണിയായിട്ടുള്ള ഹേ ദേവി അവിടത്തേക്ക്, ജഗന്മാതാവേ അവിടത്തേക്ക് എൻ്റെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള മനുവിൻ്റെ സ്തുതി. ഹേ നാരദ, ഇങ്ങനെ മനു സ്തുതിച്ചപ്പോൾ ദുർഗാ ഭഗവതി പ്രത്യക്ഷമായിക്കൊണ്ട് ബ്രഹ്മപുത്രനായിട്ടുള്ള മനുവിനോട് പറയുന്നു, ഹേ രാജൻ, എന്തുവരാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ചോദിച്ചെന്നിൽ നിന്നും നേടിക്കൊള്ളുക. നിന്റെ ഈ സ്തുതിയിൽ, ഭക്തിപൂർവമായി ചെയ്ത ഈ സ്തുതിയിൽ ഞാൻ പ്രസന്നയായിരിക്കണു. എന്നെല്ലാം പറഞ്ഞ സമയത്ത് മനു ചോദിക്കുകയാണ്, യതി ദേവി പ്രസന്നാസി ഭക്ത്യാ കാരുണികോത്തമേ തഥാ നിർവിഘ്നത സൃഷ്ടി പ്രജായ സ്യാൽ തവാജ്ഞയാ. അങ്ങനെ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് മനു പറയുന്നു, എൻ്റെ ഭക്തി കൊണ്ട് അവിടുന്ന് പ്രസാദയാണ് എന്നുണ്ടെങ്കിൽ പിതാവായിട്ടുള്ള ബ്രഹ്മാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പ്രജാസൃഷ്ടി നിർവിഘ്നം നടക്കാനായിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള വരമാണ് മനു ദേവിയോട് ചോദിച്ചത്. വരം ചോദിച്ച മനുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ദേവി പറയണു, എൻ്റെ അനുഗ്രഹത്താൽ പ്രജാസൃഷ്ടി നിർവിഘ്നം നടക്കാനിടയാകും. അതിൽ ഉത്തരോത്തരം അഭിവൃദ്ധിയുണ്ടാകും. മാത്രമല്ല, ഏതൊരു ശ്ലോകങ്ങളെ കൊണ്ടാണോ നീ എന്നെ ഇതാ ഇപ്പോൾ സ്തുതിച്ച് പ്രീതിപ്പെടുത്തിയത്, ശ്രദ്ധാഭക്തിയോടുകൂടി ആരാണോ ഈ ശ്ലോകങ്ങൾ ജപിച്ച് എന്നെ സ്തുതിക്കുന്നത്, അവർക്കെപ്പോഴും വിദ്യയും സന്താന അഭിവൃദ്ധിയും കീർത്തിയും കാന്തിയും യശസ്സും എല്ലാം ഉണ്ടാകും. സർവ്വവിധ ഐശ്വര്യങ്ങളും ധനധാന്യങ്ങളും എല്ലാം അവർക്ക് കിട്ടും. എവിടെയും വിജയികളായിത്തീരും. ശത്രുക്കളെല്ലാം അവരുടെ നശിക്കും എന്നെല്ലാം ഇതാ ബ്രഹ്മപുത്രനായിട്ടുള്ള മനുവിന് വരം കൊടുത്ത് ദേവി അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. ആ മനു വരം ലഭിച്ചതിന് ശേഷം ബ്രഹ്മാവിനോട് പറഞ്ഞു, എനിക്ക് രഹസ്യമായ ഒരു സ്ഥാനം നൽകിയാലും അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ പ്രജാസൃഷ്ടികളെ അഭിവൃദ്ധിപ്പെടുത്താം. യജ്ഞങ്ങൾ കൊണ്ട് ദേവേശനെ ആരാധിക്കുകയും ചെയ്യാം. കാലതാമസം കൂടാതെ ആ സ്ഥാനം എവിടെയാണ് എന്ന് എനിക്ക് നിർദ്ദേശിച്ചു തന്നാലും എന്ന് തന്നെ സൃഷ്ടിച്ച പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവ് കുറേ നേരം ആലോചിക്കാൻ തുടങ്ങി. ഇപ്പോൾ എവിടെയാണ് ആ സ്ഥാനം തൻ്റെ പുത്രനായിട്ടുള്ള സ്വയംഭൂമനുവിന് കൊടുക്കേണ്ടത്? അഖിലത്തിനും ആശ്രയമായിട്ടുള്ള ഭൂമി ഇപ്പോൾ വെള്ളത്തിൽ, രസാതലത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ആ ഭൂമി എങ്ങനെയാണ് ഉദ്ധരിച്ചു കൊണ്ടുവരിക? അത്